നമ്മുടെ കുട്ടികളുടെ സുരക്ഷിത ഭാവിക്ക് വേണ്ടിയിട്ട് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റോ അല്ലെങ്കിൽ പോസിറ്റീവ് പേരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ റിവാർഡുകൾ കൊടുക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും നല്ലത് ചെയ്താൽ, നല്ലത് മാത്രം ചെയ്യുന്ന കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ, റീഎൻഫോഴ്സ്മെൻറ്റിന് എന്തെങ്കിലും പ്രശംസയോ അഭിനന്ദനമോ പറഞ്ഞു. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പണിഷ്മെൻറ്റും റീഎൻഫോഴ്സ്മെൻറ്റും ഒരുമിച്ചാകരുത്. അത് അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ല. ഒരു ശിക്ഷ കൊടുത്ത ശേഷം ആ വേദന മറക്കാൻ വേണ്ടി ഒരു സമ്മാനം കൊടുക്കുന്ന രീതി, അത് പോസിറ്റീവ് പേരൻറ്റിങ്ങിനെ ഏറ്റവും തെറ്റായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ അഭിനന്ദിക്കണമെന്ന് പറയുമ്പോൾ അത് ഓവറാകരുത്. ഓവർ അഭിനന്ദനം അതിന് വിലയില്ലാതായി പോകും. അത് പക്ഷെ കറക്റ്റ് സമയത്തും ആയിരിക്കണം. കാരണം അവർ പ്രതീക്ഷിക്കുന്ന സമയത്ത് കൊടുക്കാതെ വൈകിപ്പോയാൽ അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുകയില്ല. അതുപോലെ നമുക്ക് നടക്കാൻ പറ്റാത്ത, നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റാത്തൊരു വാഗ്ദാനം കുട്ടി ചോദിക്കുമ്പോൾ അമ്മ അത് ചെയ്തു തരാം, അച്ഛൻ അത് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരിക്കലും അതിൻ്റെ വില കൊണ്ടോ മറ്റോ അത് സാധിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ കഴിയാത്ത വാഗ്ദാനങ്ങൾ കൊടുത്ത് കുട്ടിയെ നിരാശരാക്കരുത്. അതുപോലെ എന്തെങ്കിലും നല്ലത് ചെയ്താൽ മാത്രമേ സ്നേഹം കൊടുക്കുകയുള്ളൂ എന്നൊരു തെറ്റായൊരു പ്രവണത അവരിൽ വളർത്തിയെടുക്കരുത്. അല്ലെങ്കിൽ പിണങ്ങി മാറിയിരിക്കരുത്. സ്നേഹം എപ്പോഴും കൊടുക്കേണ്ട ഒന്നാണ്. നല്ല മാർക്ക് വാങ്ങിച്ചാലും നല്ല മാർക്ക് വാങ്ങിച്ചില്ലേ നമ്മുടെ കുട്ടിയാണ്. നമ്മൾ അവർക്ക് സ്നേഹം കണ്ടീഷനേ അല്ല, അത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് അവരുടെ അവകാശവുമാണ്. അപ്പോൾ സ്നേഹം ഒരിക്കലും ഇതിൻ്റെ ഒരു റിവാർഡായിട്ട് അവർക്ക് തോന്നാൻ പാടുകയില്ല. കറക്റ്റായിട്ട് തന്നെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്ത് സാധിച്ചെടുക്കാൻ കൈക്കൂലി പോലെ ആകരുത് ഈ സമ്മാനങ്ങൾ. അവരെന്ത് കാര്യങ്ങൾ ചെയ്താൽ, അവർ ചോക്ലേറ്റ് പിടിച്ചോ അല്ലെങ്കിൽ ഇത് കളിപ്പാട്ടം പിടിച്ചോ എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ വിലയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, വിദ്യാഭ്യാസത്തിൻ്റെ വിലയും നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്നതിൻ്റെ വിലയും എല്ലാം കുട്ടികളെ കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം കറക്റ്റായ രീതിയിൽ തന്നെ കറക്റ്റ് സമയത്ത് കുറച്ച് ക്ഷമയോടുകൂടി കഷ്ടപ്പെട്ടാൽ ഈ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റിലൂടെ നമ്മുടെ കുട്ടികളെ വളരെ നല്ല മിടുക്കന്മാരാക്കി തീർക്കാൻ പറ്റും. പരിഹസിക്കരുത് എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യം അവരുടെ പ്രായത്തിന് ഏറ്റവും മികച്ചതായിട്ട് ചെയ്യുമ്പോൾ, കുട്ടി വലിയ പ്രൊഫസറാണല്ലോ, വലിയ മിടുക്കനായിപ്പോലും, ഇങ്ങനെയുള്ള രീതിയിലുള്ള പരിഹാസങ്ങൾ പോലും അവരെ നമ്മളെടുക്കാൻ പാടില്ല. നമുക്ക് പരിഹസിക്കാനോ ശിക്ഷിക്കാനോ ഉള്ള ആൾക്കാരല്ല നമ്മുടെ കുട്ടികൾ. അവരെ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള എല്ലാ വിലയും ബഹുമാനവും സ്നേഹവും കൊടുത്തു തന്നെ വേണം അവരെ വളർത്താൻ. അതിലൂടെ നമുക്കും അത് തിരിച്ചു കിട്ടും. സമൂഹത്തിനും നല്ല വാഗ്ദാനങ്ങളായി മാറും നമ്മുടെ കുഞ്ഞുങ്ങൾ.